റിവ്യൂ പറയുമ്പം എല്ലാം പറയണം. ഇതിനകത്ത് ഒരു മൈനസായിട്ട് വന്നിരിക്കുന്നത് ഈ വണ്ടിയിൽ ഇത് ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാമെന്നുള്ളത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെപ്പറേറ്റ് വേറെ ലോക്കൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പെട്രോളിൻ്റെ ക്യാപ്പ് ഊരി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് മാത്രമേ ഇതിനകത്തൊരു മൈനസായിട്ട് നമുക്ക് പറയാനുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. നമസ്കാരം, ക്രിസ്റ്റി പെർമിറ്റിലോട്ട് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കാർ ഓണേഴ്സ് റിവ്യൂ എന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ക്രിസ്റ്റി പെർ മിനിറ്റ് എന്നായിരിക്കും ഇനി മുതൽ ഈ ചാനലിൻ്റെ പേര്. ക്രിസ്റ്റി പെർ മിനിറ്റ് എന്ന ഈ ചാനൽ കണ്ടുകൊണ്ടേയിരിക്കുക. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സെപ്പറേറ്റ് ഉണ്ടോ, ഇത് നമ്മുടെ ഡിക്കി തുറക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. സാധാരണ ഡിക്കി തുറക്കാനുള്ളത് സീറ്റിൻ്റെ താഴെ വരാറുള്ളത്. പക്ഷേ ഈ വണ്ടിക്ക് ഡ്രൈവറിൻ്റെ സൈഡിലുള്ള ഡോറിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള സൗകര്യം. നമ്മുടെ ഇപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് Volkswagen Jetta 2015 മോഡലാണ്. ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എൻ്റെ ഫ്രണ്ട് കൂടെയുണ്ട്, അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്, ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ബിപിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ വണ്ടിയിലാണല്ലോ പോകുന്നത്. ഇപ്പോൾ ഈ വണ്ടി 2015 മോഡലാണ്. അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് എത്ര നാളായി? ഞാൻ എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷമായി. 1 വർഷം മുമ്പാണ് ബിബിൻ്റെ കയ്യിൽ ഈ വണ്ടി എത്തിയത്. അതെ. ഇതിൻ്റെ ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ സെറ്റിങ്സ്, ഈ സ്റ്റീരിയോ എല്ലാം ബിൽറ്റിനാണ്. ഇതെല്ലാം ബിൽറ്റിൻ സ്റ്റീരിയോ ആണ്. പക്ഷെ അതൊരു ബേസിക് മോഡലാണ്. ഇതിൽ നമുക്ക് ബേസിക് എല്ലാ റേഡിയോ ആ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. FM എല്ലാം ഉണ്ട്. CD പ്ലെയർ ഉണ്ട്. പിന്നെ ഒരു കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് USB കണക്ട് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്കൊരു ഓക്സിലറി കേബിൾ ഇവിടെ ഉണ്ട്. അത് ഫോൺ കണക്ട് ചെയ്യാൻ ഒരു ഓക്സിലറി കേബിൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലില്ല. ബാക്കി പഴയ CD ഒക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ ബ്ലൂടൂത്ത് ഇതിൽ കണക്ഷൻ ഇതിൽ കിട്ടില്ല. ബേസിക് സ്റ്റീരിയോ ആയതുകൊണ്ട് ഇതിന് ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഈ സിസ്റ്റം ഈ കാറിലില്ല. പക്ഷെ ബാക്കി എല്ലാ കൺട്രോൾസ് എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കത് കണക്ട് ചെയ്യാനുള്ള മൊഡ്യൂൾ ഇതിലില്ല. അത് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മളതിൽ സെറ്റ് ചെയ്യണം. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. അതായത് നമ്മുടെ ഇതിനകത്ത് ബ്ലൂടൂത്തും USB-യുടെ ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നില്ല. കാരണം എനിക്ക് 2015 മോഡലായിട്ട് ആ ഒരു സെഗ്മെൻറ്റിലായിരിക്കും. ഇപ്പോൾ ഉള്ള വണ്ടികളിലെല്ലാം വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു USB-യുടെ ഒരു നമ്മൾ തന്നെ സെപ്പറേറ്റ് ചാർജിങ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ഉണ്ട്. ഓക്സിൻ്റെ ഒരു കേബിളുണ്ട്. കേബിളുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓക്സ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്രൂയിസ് കൺട്രോളാണ് ഈ വണ്ടി. ക്രൂയിസ് കൺട്രോളാണ്. അതെ, ഈ വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ സെറ്റിങ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് നമ്മൾ പലപ്പോഴും ഹൈവേയിൽ പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ക്രൂയിസ് കൺട്രോൾ. അത് സെറ്റ് ആ ഓപ്ഷൻ എല്ലാം ഇതിൽ ഡിഫോൾട്ടായിട്ട് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. ഇത് ചിൽഡാണ്. ഈ ഡ്രോപ്പ് ബോക്സ് ചിൽഡാണ്. ഓ ശരി ശരി. നമ്മളൊരു ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ തണുത്ത് ഇരിക്കും. അതിനുള്ളിൽ ഇതിൻ്റെ ഇത് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന ബോക്സാണ്. സാധാരണ വരുന്നത് നമുക്കറിയാം സാധനങ്ങൾ വെക്കാൻ മാത്രം ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ചിൽഡായിട്ട് സാധനങ്ങൾ വെക്കാൻ പറ്റുമെന്നുള്ള, സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. വാട്ടറോ അല്ലെങ്കിൽ നമുക്ക് ഡ്രിങ്കിങ് പർപ്പസോ കഴിക്കാനുള്ളോ. സ്പ്രേ കുപ്പി തൊട്ടാൽ അറിയാം തണുത്തിരിക്കണം. നമ്മൾ ഇപ്പോൾ ഇത് സ്പ്രേയുടെ കുപ്പിയുടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇത് എടുക്കുമ്പോൾ ഇത് തണുപ്പുണ്ട്. എൻ്റെ കയ്യിൽ തണുപ്പ് വരുന്നുണ്ട്. ഇത് നല്ലൊരു ഓപ്ഷൻ. അത് മാത്രമല്ല, ഇത് സാധാരണ ഇവിടെ മാത്രമേ ഇങ്ങനെ വെക്കാനുള്ളൊരു കിട്ടാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സാധനം മാറ്റി കഴിഞ്ഞ് ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ലൈറ്റും ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഒരു ഫെസിലിറ്റി തന്നെയാണ്. സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് കൂടുതൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും പറ്റും, ചിൽഡായിട്ട് വെക്കാനും പറ്റും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൺഷെയ്ഡ്. നിങ്ങൾ ശ്രദ്ധിച്ചത്, സൺഷെയ്ഡ് തുറക്കുമ്പോൾ ഇവിടെ ലൈറ്റ് ഓൺ ആകും. ഈ രാത്രി കാലങ്ങളിൽ നമുക്ക് നല്ലതാണ്, ഫേസിലോട്ട് ലൈറ്റ് കിട്ടും. അറിയില്ല, ക്ലോസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് ആവും. ടച്ച് ചെയ്താൽ പിന്നെ അല്ലാതെ 2 റൗണ്ട് ലൈറ്റ് കാണുന്നുണ്ട്.
സൈഡിൽ അതുപോലെ തന്നെ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്.